ഹായ്, വെൽക്കം ടു അവർ ചാനൽ മീനാസ് പഹേലി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഓയിലി സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സിറംസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സിറംസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഏതൊക്കെ സ്കിന്നിന് ഏതൊക്കെ സിറംസ് ആണെന്നുള്ളതും ഒരുവിധം എല്ലാവർക്കും അറിയാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്ട്സ് പരിചയപ്പെടുത്താണ്. കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഈസിലി അവൈലബിൾ ആവുന്ന, നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന, അതുപോലെ എന്താ പറയുക, ബേസിക്കലി എൻ്റെ ഓയിലി സ്കിൻ കേട്ടോ. അത് ആദ്യം പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ. നമ്മുടെ ഒരു സൺസ്ക്രീനിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ സൺസ്ക്രീനിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഓയിലി സ്കിന്നാണ്, ഒരുപാട് ഇഷ്യൂസ് വന്നിരുന്ന സ്കിന്നാണ്. അപ്പോൾ എനിക്ക് സർട്ടൻ പ്രോഡക്ട്സ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രോഡക്ട്സ് മീൻസ് അതിലെ ഘടകങ്ങൾ, അതിലെ ഇൻഗ്രീഡിയൻസ് ചിലത് മാത്രമേ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അറിയാലോ, ഓയിലി സ്കിന്നിന് നമ്മൾ ഏത് സ്കിന്നാണോ അതിൻ്റെ കൺസേൺ അനുസരിച്ച് നമ്മൾ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് എപ്പോഴും സ്യൂട്ടബിൾ ആയിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയാണ്. എനിക്ക് അതാണ് ബെനിഫിറ്റ് കൂടുതൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ അതിൽ നിന്ന് വിട്ട് ഞാൻ വേറൊരു സാധനം യൂസ് ചെയ്യാറില്ല. അപ്പം തന്നെയല്ല, നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു 30+ ആവും തോറും നമ്മുടെ സ്കിന്നിന് സിറംസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളത് എപ്പോഴും മനസ്സിലാക്കിയിട്ട് സിറംസ് കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എനിക്കറിയാം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും, ഫേവറേറ്റ് പ്രോഡക്ട്സ് ഉണ്ടാവാം. ഓക്കെ, എങ്കിലും എനിക്ക് അറിയുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ കാണിച്ചു തരാം, എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള. അതുപോലെ നമുക്ക് എന്താ പറയുക, നമുക്ക് സ്യൂട്ടബിളായിട്ട്, നിങ്ങൾക്കും സ്യൂട്ടബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പ്രോഡക്ട്സ് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നിയസിനമൈഡ് സിറാണ് കേട്ടോ. അതുപോലെ ഇതിൽ ഹൈറലോണിക് ആസിഡും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം ഓയിലി സ്കിൻ കൺസേൺ ഉള്ള ആൾക്കാർക്ക് അറിയാം നിയസിനമൈഡ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ സ്കിന്നിന് എന്നുള്ളത്. അപ്പോൾ അവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഈ ഡീപ്പ് ആയിട്ട് ഓയിലി സ്കിൻ, അതുപോലെ കോമ്പിനേഷൻ സ്കിന്ന് ഉള്ളവർക്ക് ഓപ്പൺ പോഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അതിന് ബെസ്റ്റാണ് നിയസിനമൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എന്തായാലും ഈ ഇൻഗ്രീഡിയൻറ്റ് വരുന്ന സിറം യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, എക്സ്ട്രീംലി ഓയിലി സ്കിന്നുള്ളവർക്ക് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഓപ്പൺ പോഴ്സ്, ഇപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവർക്കും ചിലർക്ക് ഓപ്പൺ പോഴ്സ് വരാൻ, കോമ്പിനേഷൻ ഉള്ളവർക്ക് നോക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും യൂസ് ചെയ്യും. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പ്രോഡക്റ്റ് സിനസ്ട്രീൻ ആണെന്ന് തോന്നുന്നുണ്ട്, ഞാൻ സ്ക്രീനിൽ പിക്ചറുള്ള കേട്ടോ. അതാണ് അതിൻ്റെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ സിറംസും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ സിറംസ് ഒരു 3-4-5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ സ്കിൻ ഇഷ്യൂസ് തുടങ്ങി ഞാൻ യൂസ് ചെയ്യുന്നതാണ് സിറംസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഓർഡിനറിയുടെ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഡെർമോക്കോ യൂസ് ചെയ്തിട്ടുണ്ട്, ഡംഡോക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ വേറെ ഒന്നുമില്ല, മിനിമലിസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മാറി യൂസ് ചെയ്യും. ഒരു പ്രോഡക്റ്റ് തന്നെ സ്ഥിരം അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് ഓൾറെഡി സ്കിൻ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ സ്ഥിരം കുറച്ച് നാൾ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തു. പിന്നെ എനിക്ക് തോന്നി നമ്മൾ അതിൽ തന്നെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ ഞാൻ ചൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്കിത് സ്യൂട്ടബിൾ ആണ്. ഇപ്പോൾ വേറെ ബ്രാൻഡായാലും നിയസിനമൈഡിൻ്റെ വേറെ ബ്രാൻഡായാലും എനിക്ക് ഇഷ്യൂ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാനത് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി ഒക്കെയുള്ള ഞാൻ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ സെൻസിറ്റീവ് സ്കിന്നും കൂടിയാണ്. അപ്പോൾ പെട്ടെന്ന് കുരുക്കൾ വരും, ഇങ്ങനെ തരതരാ കുരുക്കൾ വരും. അതാണ് എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് പ്രോഡക്റ്റ് സ്യൂട്ടബിൾ ആവില്ല എന്ന് കാണിക്കുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് തരതരാ കുരുക്കൾ വരും, അതുപോലെ വലിയ കുരുക്കൾ വരും. അപ്പോൾ പിമ്പിൾസ് അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുക അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട. പക്ഷേ മെയിൻലി ഒരു പ്രശ്നവും വരില്ല, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു സിറം എന്തായാലും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്ലസ് പിന്നെ അപ്പോൾ അതാണ് നിയസിനമൈഡ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയി പോകുന്നില്ല, കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യം. പിന്നെ ഞാൻ വീണ്ടും അത് പറഞ്ഞ് ബോറടിക്കുന്നതാണ് ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത്
നല്ല ഹൈഡ്രേഷൻ തരുന്നതാണ്. ഹൈഡ്രേഷൻ തരുന്ന ഒരു കണ്ടൻറ്റാണ് ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓയിലി സ്കിൻ ആകുമ്പോൾ നമ്മൾ സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും ഒക്കെ അടങ്ങിയ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്ട്രീം ഓയിൽ നമ്മുടെ മുഖത്തുനിന്ന് കളയുന്നതാണ്. അപ്പോൾ വരുമ്പോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകുമ്പോൾ നമ്മുടെ മോയ്സ്ചറൊക്കെ പോവും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അപ്പോൾ കൂടുതൽ ഡ്രൈ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സിറംസ് യൂസ് ചെയ്യുമ്പോൾ ഇത് മോയ്സ്ചർ തരുന്നതാണ്. ഹൈലറോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് വാട്ടർ കണ്ടൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നൊന്നും കൂടി അതൊന്ന് എന്താ പറയുക ഗ്ലോ ആവും, അതുപോലെ വാട്ടറി പ്ലംപി ആയിട്ട് മാറും. അപ്പോൾ ആ ഡ്രൈനെസ് പോവും. അതാണ് മെയിൻലി ഹൈലറോണിക് ആസിഡിൻ്റെ എന്താ പറയുക ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഡള്ളായി ഡ്രൈ ആയി അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് സ്കിന്നിന് നല്ല പ്ലംപിനെസ്സും അതുപോലെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. മെയിൻ അതിൻ്റെ ഉപകാരം അതാണ്. അപ്പോൾ അതും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഞാനത് രണ്ടും കൂടിയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാനത് ആക്ച്വലി ഞാൻ പുതിയത് വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് ഞാനൊരു 1 വീക്കാണ് ഞാൻ യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് സൂട്ടബിളായിട്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ പ്രോഡക്റ്റ് നോക്കി പാച്ച് ടെസ്റ്റ് നമ്മൾ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്താണ് നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എനിക്ക് അപ്പോൾ കാണിക്കും. ഇല്ലെങ്കിൽ ഞാൻ 1 വീക്കിനുള്ളിൽ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ 1 വീക്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ആസ് സച്ച് എനിക്ക് മുഖത്ത് വേറെ ഇഷ്യൂസൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. പിന്നെ നമുക്കിതിന് കൂടുതലായിട്ടുള്ള ഉപകാരങ്ങൾ നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യും. എന്തായാലും 6 മന്ത്സിന് മേലെ യൂസ് ചെയ്താലാണ് ഇതിൻ്റെ ആക്ച്വൽ ഗുണം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്കിന്നിന് സ്യൂട്ടബിളാണ്. അപ്പോൾ നേഴ്സറിമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കപ്പോൾ എന്തായാലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ ഞാനത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് മുഖത്തിന് അങ്ങനെ ഇഷ്യൂ തോന്നുന്നില്ല. അപ്പോൾ നല്ല അതിൻ്റെ ദൗത്യങ്ങൾ ചെയ്യുന്നുണ്ട്. പോസ് എന്താ പറയുക മിനിമൈസ് ചെയ്ത പോലെ കാണിക്കുന്നുണ്ട്. അതുപോലെ നല്ലോണം ഹൈഡ്രേറ്റഡ് ആവുന്നുണ്ട് ഹൈലറോണിക് ആസിഡ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ കൂടുതലായിട്ടുള്ളത് നമ്മളിപ്പോൾ ഇനി കുറച്ച് നാൾ അധികം യൂസ് ചെയ്താലും നമുക്ക് മനസ്സിലാവുള്ളൂ. ആക്ച്വലി ഞാൻ ഈ കണ്ടൻസസ് സ്ഥിരം യൂസ് ചെയ്യുന്ന ആളാണ്. പ്രോഡക്ട്സ് മാത്രം ചേഞ്ച് ചെയ്യണമെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ പിന്നെ ഞാൻ കൂടുതലായിട്ട് ഈ പ്രോഡക്ട്സ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും. ആക്ച്വലി സിറംസിന് റേറ്റ് ഉണ്ടെങ്കിലും ആമസോൺ റേറ്റ് അനുസരിച്ച് കുറച്ച് എന്താ പറയുക നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് കൂടുതലായിട്ട്. പിന്നെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2-3 ദിവസത്തിനുള്ളിൽ കിട്ടും. അപ്പോൾ പിന്നെ വേറെ പ്രോഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ആസ് സച്ച് കുഴപ്പമില്ലാന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. എന്തായാലും മസ്റ്റായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് മറക്കരുത്. ഓയിലി സ്കിന്ന് എക്സ്ട്രീംലി ഓയിലി സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നുള്ളവർ എന്തായാലും യൂസ് ചെയ്യാം കേട്ടോ. ഓപ്പൺ പോഴ്സ് ഉള്ളവർക്ക് മെയിനായിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കണ്ടൻ്റാണ് വൈറ്റമിൻ സി എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സ്കിൻ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഭയങ്കര ഡള്ളും അതുപോലെ ഞാൻ ഈ സാലിസിലിക് ആസിഡിൻ അതുപോലെ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെയൊക്കെ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നമ്മൾക്ക് പെട്ടെന്ന് ഡ്രൈ ആവും, അപ്പം ഡള്ളാവും. പിന്നെ നമ്മൾ ഇപ്പോൾ ഫീഡിങ് ഒക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കിന്നും ശരീരമൊക്കെ കുറച്ച് ടയേർഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഡൾനെസ് ഫേസിലാണ് നമ്മൾ കാണിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡൾനെസ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് സ്കിന്ന് ബ്രൈറ്റൻ ആക്കാനൊക്കെ ആയിട്ട് മുൻപേ തുടങ്ങി ഞാൻ യൂസ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സി എന്നുള്ളത്. ഇത് 10% കേട്ടോ. പിന്നെ നിയസനമൈഡ് എൻ്റെ 10%, അതുപോലെ ഹൈലറോണിക് 1%. അത് കുഴപ്പമില്ല. നമ്മൾ പിന്നെ സിറംസ് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5% തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വൈറ്റമിൻ സി ആയാലും. എന്നിട്ട് പിന്നെ കുറച്ച് അതിൻ്റെ പെർസെൻറ്റേജ് കൂട്ടിക്കൊണ്ടുവരാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ സ്കിന്നിന് പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പതുക്കെ ചെറിയ പെർസെൻറ്റേജ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പിന്നെ 10ലേക്ക് എത്തിയത്. പിന്നെ ചിലർ 20 യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കൂട്ടിക്കൊടുക്കാം. ഞാൻ 10 വരെ ഞാൻ സെലക്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ അതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ സി ബ്രൈറ്റൻസ് ആൻഡ് ഇലിമിനേറ്റ് സ്കിന്നിന് നല്ല ഡൾനെസ് മാറി അതുപോലെ ബ്രൈറ്റൻ ചെയ്യാനും ഗ്ലോ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് വൈറ്റമിൻ സി. അപ്പോൾ കുറച്ച് എന്താ പറയുക 25+ അല്ലെങ്കിൽ 30+ ഉള്ളവർ വൈറ്റമിൻ സി സിറം എന്തായാലും ഉൾപ്പെടുത്താം. ഓക്കെ. പിന്നെ എല്ലാ സിറംസും 18 ഏജിന് എബോളുള്ളവർ യൂസ് ചെയ്താൽ മതി.
ചെറിയ കുട്ടികൾ യൂസ് ചെയ്യണ്ട. കാരണം അവർക്ക് ഓൾറെഡി സ്കിൻ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, അപ്പോൾ ഓൾറെഡി ഓക്കെ ആയിരിക്കും. പിന്നെ അധികം സ്കിൻ ഇഷ്യൂസ് ഉള്ളവർ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് എന്താണെന്ന് ചെയ്താൽ മതി. കാരണം കൂടുതൽ നമുക്ക് നമ്മുടേതായ ഐഡിയ വെച്ച് എന്താ പറയുക, മുന്നത്തെ ചെറിയ കുട്ടികളുടെ സ്കിന്നുകാരൊക്കെ യൂസ് ചെയ്യണ്ട. അപ്പോൾ എപ്പോഴും നമ്മൾ എക്സ്പേർട്സിൻ്റെ കൺസൾട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് സെലക്ട് ചെയ്താൽ മതി. അല്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ സിറംസ് ആക്ച്വലി സെലക്ട് ചെയ്ത് തുടങ്ങിയത് ഞാനും ഡോക്ടറെ കണ്ടിട്ട് ആളുടെ സജഷൻ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ എക്സ്പേർട്സിനോട് ചോദിക്കാറുണ്ട്, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ടൊക്കെയാണ് ഞാനും പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്തത്. അപ്പോൾ എനിക്കും അതിൽ കൂടുതൽ ഉപകാരപ്പെട്ടപ്പോഴാണ് നമ്മളത്. ഇപ്പോൾ നിയാസിനമൈഡും ഞാൻ മുൻപ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോഴും ആൾ അത് ഓക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനും വീഡിയോസ് കണ്ടിട്ട് നിയാസിനം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ പിന്നെ ഡോക്ടറെ അടുത്ത് ചോദിച്ചപ്പോഴും ആൾ ഓക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ അത് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ അതാണ് വൈറ്റമിൻ സി. അപ്പോൾ ഇതും എന്തായാലും യൂസ് ചെയ്യുക. പിന്നെ വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പോൾ രാവിലെ യൂസ് ചെയ്യുക കേട്ടോ. മസ്റ്റായിട്ട് സൺസ്ക്രീൻ ഇടുക. അപ്പോൾ രാവിലെ സിറംസ് യൂസ് ചെയ്താലും എങ്ങനെയായാലും സൺസ്ക്രീൻ ഇടണം. അപ്പോൾ ഇത് പ്രത്യേകിച്ച് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും സൺസ്ക്രീൻ എന്തായാലും ഉപയോഗിക്കണം. പിന്നെ നിയാസിനമൈഡ് യൂസ് ചെയ്യുന്നത് രാവിലെയും വൈകിട്ടും യൂസ് ചെയ്യുമ്പോൾ, രാവിലെ നിങ്ങൾ വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പോൾ പിന്നെ അതിൻ്റെ മേലെ കൂടെ അത് ഉപയോഗിക്കണ്ട. അപ്പോൾ നൈറ്റിൽ യൂസ് ചെയ്യുക. എന്തായാലും ഫേസ് വാഷ് ചെയ്ത് അറിയാമല്ലോ, ഫേസ് വാഷ് ചെയ്ത് സിറം അപ്ലൈ ചെയ്ത് ഒരു സെക്കൻഡ് ഒന്ന് ഡ്രൈ ആകുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ കയ്യിലുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക, കെടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് യൂസേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. പിന്നെ അതിന് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, പിന്നെ വേണമെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് വീഡിയോ ചെയ്യാം. കാരണം ഓൾറെഡി വൈറ്റമിൻ സിനെ കുറിച്ച് കുറേ വീഡിയോസ് ഉണ്ട്. ഇത് ഞാൻ മുൻപ് യൂസ് ചെയ്യുന്ന വൈറ്റമിൻ സി സിറാണ്. ഇതിന് മുൻപ് യൂസ് ചെയ്തിരുന്നതാണ്. ഇത് നിർവാസ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഇതിൻ്റെ സൺസ്ക്രീൻ ഞാൻ കാണിച്ചിട്ടുണ്ട്, നിർവാസയുടെ. ഇത് വൈറ്റമിൻ സി സിറം. ഇതിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ടായിരുന്നു, അതുപോലെ നിയാസിനമൈഡ് ഉണ്ട്, അതുപോലെ ഫിലൂറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഇത്രയും കണ്ടൻസ് ഉണ്ട്. ഇത് വൈറ്റമിൻ സി സിറം 20% ആണ് കേട്ടോ. ഓക്കെ, ഇതും വൈറ്റമിൻ സി എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന സിറാണ്. അപ്പോൾ ഇത് ഞാൻ വേറെ ബ്രാൻഡ് കാണിച്ചെന്ന് മാത്രം. ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതും ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഹൗ ടു യൂസ് എന്നൊക്കെ ഇതുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട്. എത്ര ഡ്രോപ്സ് വേണം, 5 to 6 ഡ്രോപ്സ്, 5 ഡ്രോപ്സ് ഒക്കെ ഇനഫാണ്. അപ്പോൾ അത്ര യൂസ് ചെയ്യാം, കുഴപ്പമില്ല. നെക്സ്റ്റ് അടുത്ത സിറം എന്ന് പറയുന്നത് മിറ്റ്സിൻ്റെ ഒരു സിറാണ് കേട്ടോ. ഇത് ആമസോൺ പർച്ചേസ് തന്നെയാണ്. ഇത് AHA BHA സാലിസിലിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഒരു സിറാണ്. ഇതും ഓയിലി സ്കിന്നിനുള്ളത്, പോർ ടൈറ്റൻ ചെയ്യുന്നു, അതുപോലെ ബ്രൈറ്റൻ സ്കിൻ ആൻഡ് സൺ എക്സ്പോളിയേഷൻ ഒക്കെ തരുന്ന ഒരു സിറാണ്. ഇതും ഞാൻ യൂസ് ചെയ്തിരുന്നതാണ്. ഇതും സൂപ്പറാണ്. കാരണം എൻ്റെ സ്കിന്നിന് എക്സ്ട്രീംലി ഓയിലി ആയതുകൊണ്ട് AHA BHA എന്താ പറയുക, എൻ്റെ എല്ലാ ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കണ്ടൻ്റാണ് കേട്ടോ. അപ്പോൾ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. യൂസ് ചെയ്യാവുന്ന സിറാണ്. അപ്പോൾ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത് നിയാസിനമൈഡും വൈറ്റമിൻ സി ആണ്. ഇപ്പോൾ ചിലപ്പോൾ മാറ്റി നിയാസിനമൈഡിന് പകരം ഞാൻ AHA ഇടയ്ക്ക് ആഡ് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് കേട്ടോ, എപ്പോഴല്ല, സ്ഥിരം ഞാൻ അതാണ് യൂസ് ചെയ്തത്. വല്ലപ്പോഴും ഇതൊന്ന് ആഡ് ചെയ്ത്, അതിൽ 3 days ഇത് ഉപയോഗിക്കും, 2 days അത് ഉപയോഗിക്കും, അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ നൈറ്റിൽ ഉപയോഗിക്കും. രാവിലെ എപ്പോഴും ഞാൻ വൈറ്റമിൻ സി തന്നെ യൂസ് ചെയ്യാറ്. അപ്പോൾ അതാണ് ഈ പ്രോഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇത് നല്ല പ്രോഡക്റ്റാണ്. ഇത് വന്നിട്ട് ക്ലെൻസ്റ്റാ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ. ഇത് റോസിപ്പ് ഫേസ് സിറമാണ്. ഞാൻ പണ്ട് ഗുഡ് വൈബ്സിൻ്റെ റോസിപ്പ് ഫേസ് സിറം സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ വേറെ ഒരു ബ്രാൻഡിനെ കൂടി നോക്കിയതാണ്. അപ്പോൾ ഇതും ഓയിലി സ്കിന്നിന് ബെസ്റ്റ് കേട്ടോ. ഇതും ഹൈഡ്രേറ്റിംഗ് ആൻഡ് ഗ്ലോയിങ് സ്കിന്നിനുള്ളതാണ്. ഇതിലും 1% ഹൈലറോണിക് ആസിഡ് ഉണ്ട്. ഇത് അലോവേര അങ്ങനെ കണ്ടൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും നല്ലൊരു ബ്രാൻഡാണ്. ഇതും ഞാൻ 2 ബോട്ടിൽ ഞാൻ ഇങ്ങനത്തെ യൂസ് ചെയ്തിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. കാരണം നല്ല ഹൈഡ്രേറ്റിങ്ങും നല്ല ഗ്ലോയിങ് ആണ്. ഇതൊരു ഓയിൽ പോലെയാണ് കേട്ടോ. വാട്ടറി കുറവാണ്, ശരിക്കും ഒരു ഓയിൽ ഇതുള്ള ഒരു സിറാണ്. ഇതും അടിപൊളിയാണ്. നൈറ്റിലാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, നല്ല സിറം. ഓക്കെ,
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ കാണിച്ചു തരുന്ന സിറംസ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ പറയാം വീണ്ടും, ഇതെല്ലാം ഓയിലി സ്കിന്നിന്, എക്സ്ട്രീംലി ഓയിൽ ഉള്ള സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ഈ പ്രോഡക്റ്റ്സ് എല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. പിന്നെ അടുത്തത് എൻ്റെ ഒരു സജഷൻ ആട്ടോ, എത്ര പേര് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ടാവും. ഒരു എക്സ്ഫോളിയേറ്റിംഗ് സിറം യൂസ് ചെയ്യുന്നത് നല്ലതാണ്. വലിയ എന്താ പറയുക പെർസെൻറ്റേജിൻ്റെ അല്ല, അത്യാവശ്യം ഒരു മൈൽഡായിട്ടുള്ള ഒരു എക്സ്ഫോളിയേഷൻ സിറം യൂസ് ചെയ്യാം. ഇത് AHA BHA നിർവാസ ബ്രാൻഡിൻ്റെ AHA BHA എക്സ്ഫോളിയേറ്റിംഗ് സിറമാണ് കേട്ടോ. അപ്പോൾ അത് വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്താൽ മതി. നൈറ്റിൽ ഇത് എഴുതിയിട്ടുണ്ട് 5 to 6 ഡ്രോപ്സ് 8 to 10 മിനിറ്റ്സ് അത്രേ വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. മുഖത്ത് വെച്ച് വെറുതെ കഴുകികളയാം. ഫേസ് വാഷ് ഉപയോഗിക്കണം. ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടാണ് ഈ സിറം ജസ്റ്റ് പാറ്റ് ചെയ്തിട്ട് നമ്മൾ കഴുകിക്കളയാം. വെള്ളത്തിൽ കഴുകിയാൽ പിന്നെ നമ്മുടെ സിറം യൂസ് ചെയ്യാം. ഓക്കെ, ഇത് പീലിംഗ് സൊല്യൂഷൻ പോലത്തെ ഒരു സംഭവമാണ്, അത്ര കോൺസെൻട്രേറ്റഡ് അല്ല കേട്ടോ. അപ്പോൾ ഇത് ഇൻഫ്യൂസ്ഡ് വിത്ത് 10% AHA, 2% BHA ആൻഡ് ലെമൺ പീൽ. ഇത്രയാണ് ഇതിൻ്റെ കോണ്ടന്റ് എന്ന് പറയുന്നത്. ഇത് ഓൾ സ്കിൻ ടൈപ്സിന് സ്യൂട്ടബിൾ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ ഞാൻ ഇടയ്ക്ക് മറന്നു പോകും, അതാണ് പ്രശ്നം. അപ്പോൾ വീക്ക്ലി ട്വൈസ് ആണ് അതിൻ്റെ ഒരു ഡോസേജ് എന്ന് പറയുന്നത്. അതാണ് എപ്പോഴും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അത് എക്സ്ഫോളിയേറ്റിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണെന്നുള്ളത്. നമ്മുടെ സ്കിന്നിലെ ഡെഡ് സെൽസും ഡെഡ് സ്കിൻസും കുറച്ച് എന്താ പറയുക അതൊക്കെ റിമൂവ് ചെയ്ത് നമ്മളെ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് സ്കിന്ന് ഡ്രൈ ആവും. അപ്പോൾ ഇതൊക്കെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, ഞാൻ പിന്നെയും പറയുന്നു. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുക. അപ്പോൾ ഡെഡ് സ്കിൻ സെൽസും ഒക്കെ കളഞ്ഞ് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി എന്താ പറയുക ഫ്രഷനപ്പ് ആക്കി തരുന്നതാണ് എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ എൻ്റെ ഡീറ്റെയിൽസും ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ അത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആ പ്രോഡക്റ്റ്. അപ്പം നിങ്ങൾക്ക് ഇതൊരു എന്താ പറയുക ഒരു പ്ലസ് ആയിട്ട് ഞാൻ പറഞ്ഞു മാത്രം. വേണമെങ്കിൽ യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല, അത് മൈൽഡാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഡെർമക്കോൻ്റെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കങ്ങനെ വലിയ ഇഷ്യൂസ് ഉണ്ടാവില്ല, നല്ലതാണ്. നമ്മുടെ ഒരു ഫ്രഷനപ്പ് ആവും നമ്മുടെ സ്കിന്ന്. അപ്പോൾ വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. ഈ പ്രോഡക്റ്റ്സ് എല്ലാം ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ പ്രോഡക്റ്റിൻ്റെ പിക്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം, നമ്മുടെ സ്ക്രീനിൽ ആഡ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, കിട്ടും. എനിക്കിതിൽ കൂടുതലായിട്ട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് സിറംസ് യൂസ് ചെയ്യണം, എന്ത് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യണം, അതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടി കിട്ടണം. നന്നായിട്ടത് പുറത്തേക്ക് കാണണമെങ്കിൽ നമ്മുടെ ഫുഡും കൂടി ശ്രദ്ധിക്കണം. അതും ഒരു മെയിൻ ഒരു ഘടകമാണ്. പുറത്തുനിന്ന് കൊടുക്കുക സിറംസ്, മോയ്സ്ചറൈസർ, അതുപോലെ സ്കിന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. ഫുഡും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതുകൂടി എനിക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും ട്രൈ ചെയ്യാം. എന്താ പറയുക, എന്തായാലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിരിക്കും, അതുപോലെ യൂസ്ഫുള്ളും ആയിരിക്കും. പിന്നെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിക്കുക, എന്നാലാണ് കറക്റ്റ് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തു പിന്നെ നാളെ യൂസ് ചെയ്യില്ല, പിന്നെ അത് നിർത്തും, അങ്ങനെയല്ല. നമ്മൾ കുറച്ച് നാൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ്, ഏത് പ്രോഡക്റ്റ് ആയാലും കുറച്ച് നാൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ നമുക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുകയാണെങ്കിൽ, അതുപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും എനിക്ക് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ റിലേറ്റഡ് വീഡിയോസ് ചെയ്യണമെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം കേട്ടോ. ചിലർ വീഡിയോസ് കണ്ടുപോകും, ചിലപ്പോൾ ലൈക്ക് കരുതി കൂട്ടിയല്ല മറക്കണവരുണ്ടാവും. ഞാനങ്ങനെ പെട്ടെന്ന് മറന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആ വീഡിയോ എടുത്തിട്ട് ആദ്യം ലൈക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ മറക്കുകയാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം, മറന്നു പോവല്ലേ. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ഉപകാരമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നാലും അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കാരണം എന്നാലും ഞാൻ പിന്നെ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കാണുള്ളൂ. ഇതിപ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും ചിലർ മറന്നു പോകും, അതുകൊണ്ടാണ് ശ്രദ്ധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് വീണ്ടും പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ, അതുപോലെ സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.